ഇന്നത്തെ റെസിപ്പി ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെയാണ്. അപ്പോൾ ഒരു 2 റോബസ്റ്റ പഴം എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സ്ട്രോബെറി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പഞ്ചസാര ഉപയോഗിച്ചില്ല, ഹണി ഉപയോഗിച്ചില്ല, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ റോബസ്റ്റ പഴത്തിന് നല്ല മധുരമുള്ളത് കാരണം അപ്പോൾ മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാരണം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വാഫറാണ്, സ്ട്രോബെറി ഫ്ലേവറിൻ്റെ വാഫർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഫറും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനൊന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആവശ്യമുള്ള വാഫർ ഇട്ട് കൊടുത്ത് നന്ന രീതിയിൽ അങ്ങോട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. പക്ഷേ ആ പഞ്ചസാര അങ്ങ് മാറ്റിക്കോളൂ കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഹണിയോ മറ്റല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. ഇനിയിപ്പോൾ ഹണി യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇനിയിപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് സ്ട്രോബെറിയുടെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കേട്ടോ. സീസണാണ്, ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട്, തുടങ്ങിയിട്ടുണ്ട് തണുപ്പായി കൊണ്ടിട്ട്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയാം. ബൈ.